സിറിയയിൽ അമേരിക്ക സൈനിക ബേസ് നിർമ്മിക്കുമെന്ന് അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് സൈനികരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന രഹസ്യമായിരിക്കുന്ന റിപ്പോർട്ടാണ് എന്നുള്ളതും ഔദ്യോഗികപരമായിരിക്കുന്ന റിപ്പോർട്ടല്ല എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സിറിയയുടെ അകത്ത് നിരന്തരമായ രീതിയിൽ അമേരിക്ക സൈനിക വിന്യാസം നടത്തുന്ന വിവരം പുറത്തു വരുന്നു. അപ്പോൾ രാജ്യം ഇപ്പോൾ കൃത്യമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിലല്ല സിറിയ പ്രവർത്തിക്കുന്നത്. വിമതപക്ഷമുണ്ട് എന്ന് പറയാമെന്നല്ലാതെ സൈനികപരമായിരിക്കുന്ന ബലങ്ങളൊന്നും അല്ലെങ്കിൽ ശക്തികളൊന്നും അവർക്കില്ല. അവരൊരു സൈനിക വിഭാഗമായി ആ രാജ്യത്തിന്റെ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ റോന്ത് ചുറ്റി നടക്കുന്നു എന്നതിനപ്പുറമായ രീതിയിൽ ആ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളാണ്. അതിൽ റഷ്യയുണ്ട്, അമേരിക്കയുണ്ട്, ഇറാനുമുണ്ട്, തുർക്കിയുമുണ്ട്. തുർക്കിക്ക് കുറച്ചുകൂടി സ്വാധീനം കൂടുതലുണ്ട്. കാരണം ഭരണ സംവിധാനവുമായിട്ട്, അതായത് വിമതപക്ഷവുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് തുർക്കിയാണ് എന്നതിനാൽ അവർക്ക് സ്വാധീനം ഈ മേഖലയിൽ കൂടുതലാണ്. പക്ഷേ അമേരിക്കക്ക് ഈ മേഖലയിൽ വലിയ താല്പര്യമുണ്ട്. കാര്യം അറബ് മേഖലയിൽ നിന്ന് വല്ലാതെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴത്തെ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. ഏറെക്കുറെ അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പരിസ്ഥിതിയുണ്ട്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വലിയ പരാജയം, നാണക്കേടായിട്ട് അമേരിക്ക ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അറബ് രാജ്യങ്ങളെല്ലാം അമേരിക്കക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. അങ്ങനെ ആ സമയത്ത് ഏറെക്കുറെ ഈ മേഖലയിൽ നിന്ന് അവർ അപ്രത്യക്ഷമാകാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ ഇവിടെ സിറിയയുടെ അകത്ത് അമേരിക്കയുടെ സൈനിക ബേസ് പുതിയതായിട്ട് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും കൂടുതൽ സൈനികരെയും ആയുധ സംവിധാനത്തെയും ഈ മേഖലയിലേക്ക് ഇറക്കുമതി ചെയ്യാനും അവിടെ ഒരു പുതിയ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും തീരുമാനിച്ച വിവരമാണ് പുറത്തു വരുന്നത്. എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയാണ് ആദ്യം പ്രതികരിക്കേണ്ടത്. തുർക്കി പ്രതികരിച്ചിട്ടില്ല. അവിടെ ഭരിക്കുന്ന വിമതപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ സൈനിക ശക്തി അല്ലാത്തത് കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്കോ നിലപാടുകൾക്കോ പ്രത്യേകമായിരിക്കുന്ന ഒരു പരിഗണന ഒന്നും ലോകം ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ ആ രാജ്യത്തിന്റെ അകത്ത് ഇപ്പം ഈ റഷ്യയുടെ സൈനികരുണ്ട്, അവർ വലിയ ബലമുള്ള സൈനികരാണ്. അതോടൊപ്പം തന്നെ ഇറാന്റെ സൈനികരുണ്ട്, അവരും ബലമുള്ള സൈനികരാണ്. തുർക്കി ഇപ്പോൾ വലിയ സൈനിക വിന്യാസം ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ചില പ്രാദേശിക റിപ്പോർട്ടുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. വലിയ രീതിയിലുള്ള ആയുധ ശേഖരം ഇറാന്റേത് സിറിയയുടെ അകത്തുണ്ട്. സിറിയൻ ഭൂമിയിൽ വൻ തോതിൽ ആയുധ ശേഖരം അവർ നടത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെ ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് വെച്ചത് എന്നതിനെക്കുറിച്ച് വിവരമൊന്നുമില്ല. തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കുന്ന കാര്യം അവരൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ്, ബങ്കറിൽ സൂക്ഷിക്കുന്ന ഒരു രീതി തുടരുന്ന വിഭാഗമാണ് ഇറാനികൾ. അതുകൊണ്ട് അതിശക്തമായിരിക്കുന്ന മലയുടെ അടിഭാഗത്തൊക്കെ ആയിരിക്കും ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഇത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങളുണ്ടാവും. ആഭ്യന്തരപരമായിരിക്കുന്ന ഒരു കുഴപ്പം കൂടി സിറിയയുടെ അകത്ത് ഉണ്ടാക്കിയിട്ട് ആ സിറിയയുടെ അകത്ത് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടോ എന്ന രീതി പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഏറെക്കുറെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നു, മടുത്തിരിക്കുന്നു. അവർക്ക് വല്ലാതൊന്നും ഇനി മുന്നേറാൻ വേണ്ടി സാധിക്കുകയില്ല. IDF സൈനിക സംവിധാനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള നിരാശകളും വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്നു. വിഷാദ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സൈനിക വിഭാഗമായി ഇസ്രായേലിന്റെ സൈനികർ മാറിയിരിക്കുന്നു എന്ന് ഇതിന്റെ അടുത്ത് തന്നെ അൽ ജസീറ പോലെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അത്തരം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് സൈനികരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കില്ല. ആ പ്രയാസം അവർ അനുഭവിക്കുന്നു. അതിന് ബദൽ സംവിധാനമായി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ആലോചിക്കുന്നതിനിടയിലാണ് അവർക്ക് ഈ ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇറാന്റെ ആയുധങ്ങളും സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ സിറിയയുടെ അകത്തുണ്ട്. അത് നശിപ്പിച്ചിട്ടില്ലെങ്കിൽ എല്ലാ കാലത്തും തങ്ങൾക്ക് അത് ഭീഷണിയാവും. പല ഘട്ടത്തിലും പല അക്രമങ്ങളും അവർ നടത്തുകയും യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലും അടക്കമുള്ള സംവിധാനങ്ങൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരുപക്ഷെ സിറിയയുടേതാകാനാണ് സാധ്യത. ഇറാന്റെ ആയുധങ്ങൾക്കോ സംവിധാനങ്ങൾക്കോ യാതൊരു തകരാറും പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ റഷ്യ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് വലിയ രീതിയിലുള്ള അകൽച്ച വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതകൾ വിലയിരുത്തുന്നു. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ യുദ്ധം നടക്കുന്നത് സിറിയയുടെ ഭൂമിയിലായിരിക്കും എന്നും യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ വിലയിരുത്തുന്നു. അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ഒരു ബേസ് തുറക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇസ്രായേലിന് വലിയ ഗുണമുണ്ടാകും. അല്ലെങ്കിൽ ഇസ്രായേലും കൂടി സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ ഒരു സൈനിക ബേസ് അവിടെ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന അഭിപ്രായം പുറത്തു വരുന്നു. അത് ഇതിനു മുൻപ് നടന്ന പല ഘട്ടങ്ങളിലും, അതായത് ഇറാഖിന്റെ അകത്ത്
ഈ അമേരിക്കയ്ക്ക് ഇതുപോലെയുള്ള സൈനിക ബേസുകളുണ്ട്. ഈ മേഖല നിന്നുകൊണ്ടാണ് ഇറാനെ പല ഘട്ടത്തിലും ആക്രമിക്കുക. ഇറാഖിന്റെ ഭരണാധികാരികൾക്ക്, ഇറാഖിന്റെ പ്രസിഡന്റ് ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും അവർക്കൊന്നും ഇതിനോട് താല്പര്യമില്ലെങ്കിൽ പോലും അവർക്ക് ഒഴിഞ്ഞു മാറാനോ അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാനോ യഥാർത്ഥത്തിൽ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധിയുണ്ട്. അതിന് സമാനമായിരിക്കുന്ന സ്ഥിതി സിറിയയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇറാൻ ആക്രമിക്കാൻ എളുപ്പത്തിൽ സാധിക്കും. ഈ ഇസ്രായേലിനെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ സിറിയയിൽ വെച്ച് പ്രതിരോധിക്കാനും സാധിക്കും. സിറിയ സൈനികപരമായ രീതിയിലുള്ള ബലവും ശക്തിയും ഇല്ലാത്തത് കൊണ്ടും അമേരിക്കയുടെ കൂടി പിന്തുണയോട് കൂടിയാണ് സിറിയയിലെ വിമതപക്ഷം ഭരണത്തെ അട്ടിമറിച്ച് അസദ് ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലേറിയത് എന്നതിനാൽ ഇവർക്ക് വലിയ രീതിയിൽ കൂറ് അമേരിക്കയോട് ഉണ്ടാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്ന സമയത്ത് തുർക്കി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും നിർണായകമായിരിക്കുകയാണ്. തുർക്കി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ മറുപടികളൊന്നും പറഞ്ഞിട്ടില്ല. റഷ്യ മറുപടി പറഞ്ഞിട്ടില്ല. റഷ്യയുടെ വിമാനങ്ങളും യുദ്ധവാഹിനി സംവിധാനങ്ങളും യുദ്ധക്കപ്പലുകളടക്കം അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിൽ ചില ഏതൊക്കെ 150ഓളം യുദ്ധ വാഹനങ്ങൾ അവിടെ നിന്ന് പുറത്തോട്ട് പോയിട്ടുണ്ട് റഷ്യയിലേക്ക്. ബാക്കിയെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സിറിയ കേന്ദ്രീകരിച്ചുകൊണ്ടും അതിൻ്റെ ചുറ്റുപാട് കേന്ദ്രീകരിച്ചുകൊണ്ടും ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥകളും സാഹചര്യങ്ങളും അവിടെ ഉരുണ്ടുകൂടുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ അതീവ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന കാര്യം, ഇസ്രായേൽ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അമേരിക്ക പരാജയപ്പെടുക എന്നുള്ളത് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ വിജയവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള സഹായം ചെയ്യാൻ വേണ്ടിയിട്ടും അമേരിക്ക തയ്യാറാകും എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. അതിന്റെ ഭാഗം കൂടിയായിട്ടാണോ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ സൈനിക ബേസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ വളരെ വേഗത്തിൽ നടന്നു വരുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സിറിയയുടെ ഭരണാധികാരി എന്ന് പറയുന്ന വിമതപക്ഷം, ഇപ്പോൾ ഭരണം പിടിച്ചെടുക്കുന്ന വിമതപക്ഷം ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണം നടത്തിയിട്ടില്ല. അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്ഥിതി വിശേഷമാണ് വേണ്ടത്. അത് ഈ സിറിയയുടെ ഭൂപ്രദേശം ഇസ്രായേൽ രാജ്യം പിടിച്ചെടുത്തിട്ട് അവിടെ കൈവശത്തിൽ വെച്ചിട്ടും 500 കിലോമീറ്റർ ചുറ്റളവ് സിറിയയുടെ ഭാഗങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ് എന്ന് പറഞ്ഞിട്ടും സിറിയയുടെ അകത്ത് ഭരിക്കപ്പെടുന്ന ഭരണ വിഭാഗങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണം നടത്തിയിട്ടില്ല. തങ്ങൾക്കിത് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ട് എന്നുള്ളതോ അതല്ലെങ്കിൽ തങ്ങൾ അവരെ ആട്ടി ഓടിപ്പിക്കുമോ എന്നോ പറഞ്ഞിട്ടില്ല. ഗോലാൻ കുന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ് നിലപാട്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള വലിയൊരു മുന്നേറ്റം ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നു എന്നുള്ളതും ഇവിടെ ഇറാനും റഷ്യയും വളരെ രീതിയിൽ സൈലന്റായി നിന്നുകൊണ്ട് ഇതിനെ നോക്കിക്കാണുകയാണ്. അവരോടൊപ്പം തുർക്കിയും ചേർന്നുകൊണ്ട് വലിയൊരു യുദ്ധം, ഉക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധത്തിന് ഒരുപക്ഷെ സിറിയയുടെ മേഖല സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയും പറയുന്നു. അപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഒരുപാടൊന്നും ഈ യുദ്ധം മുന്നോട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നതിനാൽ പരമാവധി പിടിച്ചു നിൽക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ അമേരിക്ക ഒരുക്കുന്നുണ്ട് എന്നാണ് നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.